കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സുനിൽ കനകൂലുവാണ്. സുനിൽ കനകൂലുവിൻ്റെ തന്ത്രം അനുസരിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്. സുനിൽ കനകൂലു കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 12 സീറ്റുകൾ കോൺഗ്രസ് മാത്രമായി 12 സീറ്റുകൾ ഉറപ്പായി ജയിക്കും. മുസ്ലിം ലീഗിൻ്റെ 15 സീറ്റുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റും ആണ്. സുനിൽ കനകൂലുവിൻ്റെ നിഗമന പ്രകാരം, അദ്ദേഹം നടത്തിയ റിസർച്ച് പ്രകാരം കോൺഗ്രസ് ജയിക്കുന്ന 12 സീറ്റുകളാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. തിരുവനന്തപുരത്ത് കോവളത്ത് വിൻസെൻ്റ് വിൻസെൻ്റ് MLA തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം അവിടെ നിന്ന് ജയിക്കും. പുതുപ്പള്ളി കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റാണ്, ഷുവർ ബെറ്റാണ്. അവിടെ ചാണ്ടി ഉമ്മൻ ജയിക്കും. കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. കോട്ടയം തിരുവഞ്ചൂർ നിലനിർത്തും. ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അർഹനായ വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനി ആറന്മുള അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് നേതാവായ അബിൻ വർക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അവിടെ വീണ ജോർജാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖം. വീണ ജോർജ് ഇത്തവണ തോൽക്കും. അബിൻ വർക്കി ഉറപ്പായും അവിടെ ജയിക്കും എന്നുള്ളതാണ് സുനിൽ കനകൂലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി എറണാകുളം, കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ എറണാകുളത്ത് ടി ജെ വിനോദ് ആ സീറ്റ് നിലനിർത്തും. ഇനി തൃക്കാക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിന് വേണ്ടി ആര് നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലമാണ് തൃക്കാക്കര. ബെന്നി ബെഹന്നാൻ തൃക്കാക്കര നിന്ന് ജയിച്ചിരുന്നു. അതിനുശേഷം PT തോമസ് തൃക്കാക്കര നിന്ന് തുടർച്ചയായി വിജയിച്ചു. PT തോമസിൻ്റെ അന്ത്യശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തൃക്കാക്കര കോൺഗ്രസ് ഉറപ്പായും നേടുന്ന സീറ്റാണ് എന്നാണ് സുനിൽ കനകൂലുവിൻ്റെ സർവേ. ഇനി ഹരിപ്പാട് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാടും കോൺഗ്രസ് ജയിക്കും. ഇനി പറവൂറാണ് BD സതീശൻ മത്സരിക്കുന്ന പറവൂർ. അവിടെ CPI മത്സരിപ്പിക്കുന്നത് BS സുനിൽകുമാറിനെയാണ്. BD സതീശനെ പറവൂരിൽ തളച്ചിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തൃശ്ശൂരിൽ നിന്ന് BS സുനിൽകുമാറിനെ ഇറക്കുന്നു. BS സുനിൽകുമാറിന് BD സതീശനെ അട്ടിമറിക്കാനുള്ള പ്രാപ്തിയില്ല. BD സതീശൻ പറവൂരിൽ ഷുവർ ബെറ്റാണ്. ഇനി ആലുവയാണ്. അൻവർ സാദത്ത് MLA അവിടെ വീണ്ടും മത്സരിക്കും. അൻവർ സാദത്ത് ആലുവയിൽ നിന്ന് വിജയിക്കുമെന്ന് സുനിൽ കനകൂലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി പെരുമ്പാവൂർ കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റാണ്. എൽദോസ് കുന്നപ്പള്ളിയാണ് അവിടുത്തെ സിറ്റിംഗ് MLA. ഇടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാക്കിയിരുന്നു. വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം ജനകീയനാണ്. അദ്ദേഹം പെരുമ്പാവൂരിലെ ജനങ്ങൾക്കിടയിൽ പരിചിതമായ മുഖമാണ്. മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ പെരുമ്പാവൂരിലെ ജനങ്ങൾ മറക്കും. കാരണം ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ വീണ്ടും മത്സരിച്ചാൽ ജയിക്കും. എൽദോസ് കുന്നപ്പള്ളിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പെരുമ്പാവൂരിൽ ജയം ഉറപ്പാണെന്നാണ് സുനിൽ കനകൂലുവിൻ്റെ റിപ്പോർട്ട്. ഇനി കുണ്ടറയാണ്. മേഴ്സിക്കുട്ടി അമ്മയെ PC വിഷ്ണുനാഥ് കഴിഞ്ഞവണ 4000-ലധികം വോട്ടിന് അട്ടിമറിച്ച കുണ്ടറ ഇത്തവണ ചിന്താ ജെറോമാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. അവിടെ PC വിഷ്ണുനാഥ് തന്നെ വീണ്ടും മത്സരിക്കുന്നു. കുണ്ടറ വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് സുനിൽ കനകൂലുവിനെ സംബന്ധിച്ചിടത്തോളം. PC വിഷ്ണുനാഥ് ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇരിക്കൂറാണ്. KC ജോസഫ് തുടർച്ചയായി ജയിച്ചു പോകുന്ന മണ്ഡലമാണ് ഇരിക്കൂർ. കണ്ണൂരിലെ ഇരിക്കൂർ കോൺഗ്രസിൻ്റെ കോട്ടയാണ്. സോണി സെബാസ്റ്റ്യനാണ് ഇപ്പോഴത്തെ MLA.
അദ്ദേഹം വീണ്ടും മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ 12 സീറ്റുകൾ UDF-ന് ശുഭപ്രതീക്ഷ നൽകുന്നു. ഈ 12 സീറ്റുകളിൽ LDF വലിയ പരാജയം നേരിടുമെന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ മുസ്ലിം ലീഗിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയ 15 സീറ്റുകളുണ്ട്. അവിടെ ഒരിളക്കവും സംഭവിക്കില്ല. അതിനു പുറമെ ഘടകകക്ഷികളിൽ PJ ജോസഫോ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫോ മത്സരിച്ചാൽ തൊടുപുഴ നിലനിർത്താൻ സാധിക്കും. അനൂപ് ജേക്കബ് പിറവം നിലനിർത്തും. KK രമ വടകര നിലനിർത്തും. ഈ 3 ഘടകകക്ഷികളും പ്രധാനപ്പെട്ട KK രമ ഘടകകക്ഷിയല്ല, UDF സപ്പോർട്ടോടുകൂടി പിന്തുണയോടുകൂടി മത്സരിക്കുന്ന പാർട്ടിയാണ് RMP. എന്തായാലും KK രമ വടകര നിലനിർത്തും എന്ന് തന്നെയാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ PJ ജോസഫ് മത്സരിക്കാതെ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫ് മത്സരിച്ചാലും തൊടുപുഴ നിലനിർത്താൻ സാധിക്കും. പിറവം അനൂപ് ജേക്കബ് നിലനിർത്തും. അനൂപ് ജേക്കബ് TM ജേക്കബിനെ പോലെ വലിയൊരു ജനപിന്തുണയുള്ള അല്ലെങ്കിൽ നല്ല തന്ത്രജ്ഞനായ നേതാവൊന്നുമല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിറവം സുരക്ഷിതമാണ്. എന്തായാലും കോൺഗ്രസ് ജയിക്കുന്ന 12 സീറ്റുകൾ, അത് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടാണ്. ആ 12 സീറ്റുകൾ പ്രേക്ഷകരുമായി പൊളിറ്റിക്സ് കേരള പങ്കുവയ്ക്കുന്നു.